ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ ഒരു ഗാനം മാത്രമിൻ ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഹലോ, ആ സാർ, ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക സാർ. അതെ സാർ, 10:30 എത്താം സാർ. സാർ, ഹലോ ഹലോ പാർവതി, നിന്നെക്കൊണ്ട് പ്ലീസ് പ്ലീസ് ടു അണ്ടർസ്റ്റാൻഡ്. ഹലോ സാർ, അതെ, ഞാൻ ഇറങ്ങി. So the work has to be done as per the contract. ബാക്കിയൊക്കെ പറഞ്ഞ പോലെ. യെസ് ഷുവർ സർ. ആ മുരളി, എനിക്കിനി ഓഫീസിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കൊന്ന് വക്കീലിനെ കാണണം. അത് ഞാൻ പറയാം മുരളി, വിളിക്കാം.
ഞാൻ രവി മേനോൻ, കൊച്ചിയിലെ ഒരു പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ പ്രോജക്റ്റ് മാനേജർ. ജോലിക്കിടെ എപ്പോഴോ അവിചാരിതമായി കണ്ടുമുട്ടിയതാണ് പാർവതി. സംസാരിക്കാനാകാത്ത, ചെവി കേൾക്കാനാകാത്ത ഒരു പെൺകുട്ടിയോട് തോന്നുന്ന സഹതാപം ആയിരുന്നില്ല ഞാൻ അവളെ വിവാഹം ചെയ്യാൻ കാരണം. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ആ ഇഷ്ടത്തിൻ്റെ അളവ് കുറയുന്നത് ഞാൻ അറിഞ്ഞു. ആ അനിഷ്ടം പിന്നെ ദേഷ്യമായി. അവൾ ചെയ്യുന്ന എല്ലാത്തിനോടും ദേഷ്യം. ഈ ദേഷ്യം തന്നെയാകാം ഇപ്പോഴുള്ള ഈ മടുപ്പിനും കാരണം. ഐ വോണ്ട് എ റിലീഫ്, ഒരു മോചനം, നിയമപരമായ ഒരു മോചനം. അത് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. വായിച്ചു നോക്ക്. ഡിവോഴ്സ് ആപ്ലിക്കേഷനാ. അതിപ്പോ ഇങ്ങനെയാ. എനിക്ക് മടുത്തു പാർവതി. എനിക്ക് വയ്യ ഇനി ഇങ്ങനെ. നമുക്ക് പിരിയാം. എനിക്കറിയില്ല. ഒരുപക്ഷെ ഇതിൻ്റെ അവസാനത്തെ കത്തായിരിക്കാം. തിരിച്ചു വരില്ല എന്നറിയാമെങ്കിലും മനസ്സ് തുറന്ന് സന്തോഷിച്ച ഒത്തിരി നിമിഷങ്ങൾ. ആ നിമിഷങ്ങൾ ഒരിക്കൽ കൂടി വന്നു മറിഞ്ഞെങ്കിൽ എന്ന് വെറുതെ. സ്നേഹത്തോടെ, വിഷു. നേരെ പോയിട്ട് കലിങ്ങിന്റെ അപ്പുറത്തെ വീടാണെന്ന് തോന്നുന്നു. ഓ ശരി ശരി. ആരാ? എന്താ വേണ്ടേ? ലക്ഷ്മിക്കുട്ടി എന്ന പേരിൽ ഇവിടെ ആരെങ്കിലും? ലക്ഷ്മിക്കുട്ടിയോ? അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഈ അഡ്രസ്? ലക്ഷ്മി അമ്മ ഇപ്പം ഇവിടെ അല്ല താമസം. അവരിവിടുന്ന് മാറിയിട്ട് കുറച്ച് നാളായി. ഒന്ന് നിൽക്കണേ. ഈ അഡ്രസ്സിലൊന്ന് അന്വേഷിച്ച് നോക്ക്. ശരി, താങ്ക്സ്.
ആരാ? എന്താ കാര്യം? എന്താ? ചേട്ടാ ഒരാളെ കാണാൻ. ആളെ കാണാനോ? ആളെ കാണാൻ ഈ നേരത്താണോ വരുന്നത്? അതിനൊരു സമയം കാലമൊക്കെ ഉണ്ട്. അനിയും പോയിട്ട് നാളെ വാ പോ. ചേട്ടാ ഈ അഡ്രസ്സിലൊരു കത്ത്, അത് ഇവിടുത്തെ ആരെങ്കിലും ആണോന്ന് അറിയാനാവില്ലേ? എന്ത് കത്താണേലും നിങ്ങൾ പോയിട്ട് നാളെ വാ. ചേട്ടാ ഗേറ്റും തുറന്നൂടെ? ഗേറ്റ് ഞാനും ചോദിക്കട്ടെ. ആ വന്നു വന്നു. നിങ്ങളാരാ? എവിടുന്ന് കിട്ടി ഈ കത്ത്? ഞാൻ രവി മേനോൻ, കൊച്ചിയിലൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ മാനേജറാ. പാർക്കിൽ വെച്ച് എനിക്കൊരു പേഴ്സ് കളഞ്ഞു കിട്ടി. ആഹാ. അത് തിരിച്ചേൽപ്പിക്കാൻ അഡ്രസ്സിനായി പരതിയപ്പോൾ എനിക്ക് ആകെ കിട്ടിയത് ഈ ലെറ്റർ. ഇതല്ലാതെ മറ്റൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ആ ശരി. ലക്ഷ്മിയമ്മ അവരിവിടെ താമസം. ഉറങ്ങിയെന്നറിയില്ല. എന്തായാലും ഈ പേഴ്സ് അവരുടെ വഴിയില്ല. ഒരുപക്ഷെ അവർക്ക് അറിയായിരിക്കും ഇത് ആരുടെ പേഴ്സാണ്. താൻ ഇവിടെ നിൽക്ക്, ഞാൻ ചോദിച്ചിട്ട് വരാം. ഓ. ചെല്ല്, കയറി കണ്ടോളൂ. ഇത് എനിക്കൊരു പേഴ്സ് കളഞ്ഞു കിട്ടി. അതിൽ നിന്ന് കിട്ടിയതാണ് ഈ കത്ത്. ഇതല്ലാതെ മറ്റൊന്നും. ഇതാരാ എഴുതിയെന്ന് ആൻറ്റിക്ക് അറിയാമോ? ഇത് തിരിച്ചേൽപ്പിക്കാൻ ആൻറ്റിയുടെ അല്ലാതെ മറ്റൊരു അഡ്രസ്സ് തരുന്നുണ്ടായിരുന്നില്ല. വിശ്വനാഥൻ. എൻ്റെ പേരിനൊപ്പം ഞാൻ ചേർക്കാൻ ആഗ്രഹിച്ചിരുന്ന പേര്. ഒരുപക്ഷെ എനിക്കെഴുതിയ അവസാനത്തെ കത്തായിരിക്കും ഇത്. അന്ന് ഞങ്ങൾ ഒന്നാവാതിരിക്കാൻ വിധി വന്നത് എൻ്റെ അമ്മയുടെ രൂപത്തിലായിരുന്നു. എൻ്റെ നല്ലത് ആഗ്രഹിച്ചിട്ടാവാം. അല്ല, ഈ കത്ത് പാർക്കിൽ അറിയാതെ വീണുപോയതാവാം ഇത്. കിട്ടിയത് എനിക്കും. അഡ്രസ്സിനായി നോക്കിയപ്പോൾ ആകെ കിട്ടിയത് ഈ കത്താ. കത്തിൽ 2 പേരും. എനിക്ക് തിരിച്ചു കൊടുക്കണേ ഈ കത്ത്, ഈ വാലറ്റും. വിശ്വനാഥ മേനോൻ, അത്രമാത്രം എനിക്കറിയാവും. ആ എന്തായി? കിട്ടിയോ കത്തിൻ്റെ ആളെ? ഒരു പേര് മാത്രം, വിശ്വം. വിശ്വൻ. ഇതാണോ നിങ്ങൾക്ക് കിട്ടിയ പേഴ്സ്? ആ അതെ. ഇനി കാണിച്ചേ. എന്താ അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞു? വിശ്വനാഥ മേനോൻ. ആഹാ, ഇത് നമ്മുടെ വിശ്വനാഥ് സാറിന്റെ പേഴ്സ് അല്ലേ? നിങ്ങൾ അറിയോ ഇയാളെ? 6 വർഷമായിട്ട് പുള്ളി ഇവിടെയല്ലേ താമസിക്കുന്നത്. ആ, ഒന്ന് കാണാൻ പറ്റുമോ? സാറിനെ ഞാൻ കാണിച്ചു തരാമല്ലോ. വാ എൻ്റെ കൂടെ. ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ അവധിയിലാത്മവിദ്യാലയമേ അഴിനിലയില്ല ജീവിതമെല്ലാം. സാറ് വീണ്ടും പേഴ്സ് കൊണ്ട് കളഞ്ഞല്ലേ? വീണ്ടും ഇതാ. നിങ്ങൾ? ഞാൻ രവി. ഇത്തവണ ഈ വാലറ്റ് എനിക്കാ കിട്ടിയത്. ഇതിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. സാർ ഞാനിന്ന് അങ്ങോട്ട്. ഇതിനു വേണ്ടി ഇവിടെ വരെ വന്നില്ലേ? സാർ, പിന്നെ അതിനുള്ള ആ കത്ത് ഞാനൊന്ന് വായിച്ചു സാറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി.
കത്തോ? നിങ്ങൾ ആ കത്ത് വായിച്ചോ? ഞാൻ മാത്രമല്ല സാർ. സാർ ആർക്കു വേണ്ടിയ കത്തെഴുതിയോ അവരും വായിച്ചു. സാറിൻ്റെ ലക്ഷ്മി. എന്താ ലക്ഷ്മി? അവളെ നിങ്ങൾ കണ്ടോ? പറയടോ. കണ്ടു. സാറിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും സാറ് കാണാതെ നിന്ന ലക്ഷ്മിയെ. ഈ കത്തിലുണ്ടായിരുന്ന സാറിൻ്റെ ഹൃദയം അവരും കണ്ടു. ലക്ഷ്മി, പ്രണയം അങ്ങനെയാണ്. നാം എത്ര ദൂരെയാണെങ്കിലും അത് നമ്മെ തേടി വരും. സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അതിലും മനോഹരമായ മറ്റൊരു വാക്കില്ല. പ്രണയിക്കും പോലെ, ഒരു പ്രണയകഥ വായിക്കും പോലെ അത് നമ്മെ സന്തോഷിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു. ഇടയ്ക്കിടെ അറിയാതെ നമ്മുടെ കണ്ണു നിറയ്ക്കുന്നു. യഥാർത്ഥ പ്രണയം ശരിക്കും ജീവിതം തന്നെയാണ്.